ദ ഇൻവിൻസിബിൾ അർജുന. നിങ്ങൾക്കും ഒരു ലെജൻഡാകാം. അർജുനനിൽ നിന്നും പഠിക്കാം. മഹാഭാരതത്തിലെ ഇതിഹാസ കഥാപാത്രമായ അർജുനന്റെ ജീവിത വിജയത്തിന്റെ എക്കാലത്തെയും തിളങ്ങുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ്. വീരശൂര പരാക്രമി ആയതിനാൽ മാത്രമല്ല അർജുനൻ കാലാതിവർത്തിയായ ഇതിഹാസ നായകനായി നിലകൊള്ളുന്നത്. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അവയെ അവസരങ്ങളായി കാണാൻ കഴിഞ്ഞപ്പോഴാണ് അർജുനൻ എന്ന കഥാപാത്രം നമുക്ക് മുന്നിൽ വീരനായകനായത്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാൻ ഇനി നമുക്ക് അർജുനനിൽ നിന്നും പഠിക്കാം. പുതുതലമുറയ്ക്ക് പ്രചോദനമാകാൻ പാകത്തിൽ അർജുനന്റെ കഥ പുനരാഖ്യാനം ചെയ്തിരിക്കുന്ന ദി ഇൻവിൻസിബിൾ അർജുന അഥവാ അജയ്യനായ അർജുനൻ എന്ന പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനും മാനേജ്മെന്റ് പ്രൊഫസറുമായ ദേബാശിഷ് ചാറ്റർജിയാണ് പുസ്തകത്തിന്റെ രചയിതാവ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അർജുനന്റെ ഏറ്റവും ശക്തമായ ആയുധം ഗാന്ധീവം അല്ല, മറിച്ച് ഏകാഗ്രതയാണ്. വ്യക്തതയുടെ വാളുകൊണ്ടും വിവേകത്തിന്റെ പരിച കൊണ്ടുമാണ് അർജുനൻ എല്ലാ യുദ്ധങ്ങളും ജയിച്ചത്. അർജുനന്റെ വിജയരഹസ്യങ്ങൾ വ്യക്തമാക്കുന്ന പുരാണവും മാനേജ്മെന്റ് തത്വങ്ങളും സമന്വയിപ്പിച്ച പുസ്തകമെന്ന നിലയ്ക്കാണ് ഈ പുസ്തകം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പേരിലെന്തിരിക്കുന്നുവെന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അർജുനൻ എന്ന് പേരിട്ടിട്ടുള്ള എത്ര കുട്ടികളുണ്ടാകുമെന്ന് അറിയാനായി ഗ്രന്ഥകർത്താവ് നടത്തിയ യാത്രയുടെ ഫലമാണ് ഈ പുസ്തകം എന്നുകൂടി നമ്മൾ അറിയണം. അർജുനൻ എന്ന പേരുള്ള വിദ്യാർത്ഥിയില്ലാത്ത ഒരു സ്കൂളും ഉണ്ടായിരുന്നില്ല. കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ പേര് എന്തുകൊണ്ട് നമുക്ക് പ്രിയങ്കരമായി തുടരുന്നു എന്ന ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈ ചോദ്യത്തിന് വിദ്യാർത്ഥികൾ നൽകിയ ഉത്തരങ്ങളിൽ നിന്നാണ് ഈ പുസ്തകം എഴുതി തുടങ്ങുന്നത്. എങ്ങനെയാണ് അർജുനൻ അജയ്യനായി തുടരുന്നത് എന്നതിന്റെ രഹസ്യം അദ്ദേഹം നമുക്ക് ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി തരുകയാണ്. ഒപ്പം ജീവിത വിജയത്തെക്കുറിച്ചുള്ള മികച്ച മാനേജ്മെന്റ് പുസ്തകമായി ഈ പുസ്തകം മാറുകയും ചെയ്തു. ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ വളർച്ചയുടെ പടികളാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അർജുനനെ പോലുള്ള നായകന്മാർ ജനിക്കുകയാണോ സൃഷ്ടിക്കപ്പെടുകയാണോ എന്ന ചോദ്യം നമുക്ക് മുന്നിലേക്ക് എറിഞ്ഞു തരികയാണ് ഗ്രന്ഥകർത്താവ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, മനസ്സിലെ അമാനുഷികമായ പ്രതിഭയുടെ സ്ഫുരണത്തോടെയാണ് ഏതൊരു പ്രതിഭയുടെയും തുടക്കം. ഈ സ്ഫുരണങ്ങൾ വീരനായകന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയായിരിക്കും. എന്നാൽ സ്ഥിരമായ പരിശീലനത്തിലൂടെ അതിനെ ജ്വലിപ്പിക്കാൻ സാധിക്കും. ജന്മം കൊണ്ട് തന്നെ വളരെ വേറിട്ട വ്യക്തിത്വമായിരുന്നു അർജുനന്റേത്. തന്റെ കാലത്തിന് ശേഷം കുലം നിലനിർത്താൻ ധീരനായ ഒരു പുത്രൻ വേണമെന്ന് പാണ്ഡവരുടെ പിതാവ് പാണ്ഡു ആഗ്രഹിച്ചു. പത്നിയുമായി ശാരീരിക ബന്ധമുണ്ടായാൽ മരിച്ചു പോകുമെന്ന ശാപം നിലനിൽക്കുന്നതിനാൽ പാണ്ഡുവിന് തന്റെ പത്നിയെ പ്രാപിക്കാൻ കഴിയുകയില്ലായിരുന്നു. കുന്തിക്ക് ദുർവാസാവ മഹർഷിയിൽ നിന്നും ലഭിച്ച വരങ്ങൾ ഉപയോഗിച്ച് ഇന്ദ്രനിൽ നിന്നും ഒരു പുത്രനെ സ്വീകരിക്കാൻ പാണ്ഡു ആവശ്യപ്പെട്ടു. ഭർത്താവിന്റെ ആഗ്രഹമനുസരിച്ച് കുന്തി ഇന്ദ്രനെ ധ്യാനിക്കുകയും ഇന്ദ്രനിൽ നിന്നും കുന്തിക്ക് പുത്രനായി അർജുനനെ ലഭിക്കുകയും ചെയ്തു. ജന്മം കൊണ്ട് മാത്രം ഒരാൾ വീരനായി തീരുന്നില്ല. പ്രതിഭയോടുകൂടെ ജനിക്കുന്ന മനുഷ്യൻ ആ ഗുണങ്ങൾ പോഷിപ്പിച്ചില്ലെങ്കിൽ അവ നശിച്ചു പോകും. എന്നാൽ അർജുനന് ഈ ഗുണങ്ങളെ പരിപോഷിപ്പിക്കാൻ കഴിഞ്ഞു. അർജുനൻ തന്റെ സഹോദരങ്ങളോടൊപ്പം ദ്രോണരുടെ ശിഷ്യനായി പരിശീലനം ആരംഭിച്ചു. ഈ പ്രപഞ്ചമാകെ ഒരു വിദ്യാലയമാണെന്നും ജീവിതം പല രീതിയിൽ നമ്മെ പരീക്ഷിക്കുമെന്നും അർജുനൻ പഠിച്ചു. ഒരിക്കൽ ദ്രോണർ ഒരു നദിയിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ മുതല പിടിച്ചു. സഹായത്തിനായി അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. കൂടെ പുത്രൻ അശ്വത്ഥമാവും ഉണ്ടായിരുന്നു. ദ്രോണരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ കാണാതെ ബാലന്മാരായ ശിഷ്യന്മാർ നദിക്കരയിൽ നിസ്സഹായരായി പരസ്പരം നോക്കി നിന്നു. എന്നാൽ അർജുനൻ തന്റെ ആവനാഴിയിൽ നിന്നും ശരങ്ങളെടുത്ത് വെള്ളത്തിൽ തിരകൾ മൂലമുണ്ടാകുന്ന ദിശ മനസ്സിലാക്കി അമ്പെയ്ത് മുതലയുടെ പിടിയിൽ നിന്നും ദ്രോണരെ രക്ഷിച്ചു. ഇത്തരത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും നിരീക്ഷിക്കാനുമുള്ള അർജുനന്റെ ഈ കഴിവാണ് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പരിശീലിച്ച് നേടേണ്ടത്. മറ്റൊരിക്കൽ ദ്രോണർ ചോദിച്ചു, മുതലയും കരടിയും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആര് ജയിക്കുമെന്ന്. ശിഷ്യന്മാർ അവർക്ക് തോന്നിയ ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ ഉത്തരം ശരിയാണോ എന്ന് അവർക്ക് തന്നെ അറിവില്ലായിരുന്നു. അവസാനം അർജുനന്റെ ഊഴമെത്തി. ഒന്ന് ചിന്തിച്ച ശേഷം അർജുനൻ പറഞ്ഞു, സാഹചര്യമനുസരിച്ചായിരിക്കും വിജയപരാജയങ്ങൾ ഉണ്ടാവുക. മുതലയും കരടിയും വെള്ളത്തിൽ വെച്ചാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ മുതല ജയിക്കും. കരയിൽ വെച്ചാണ് യുദ്ധമെങ്കിൽ കരടി ജയിക്കും. പ്രവചനാതീതമായ ഒരു സാഹചര്യത്തെ വിലയിരുത്തി തീരുമാനമെടുക്കുന്നതാണ് വിജയിയുടെ ലക്ഷണം.
ഓരോ സന്ദർഭത്തെയും മനസ്സിൽ സങ്കല്പിക്കാനും ആ സാഹചര്യത്തിന് അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവാണ് നാം വളർത്തിയെടുക്കേണ്ടത്. വിജയം ആദ്യം മനസ്സിൽ ജനിക്കണം. എന്നാൽ മാത്രമേ യഥാർത്ഥമായ സാഹചര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. കഴിവ് പരീക്ഷിക്കപ്പെട്ട ഓരോ സന്ദർഭത്തെയും നേരിടേണ്ടി വരുമ്പോൾ അർജുനൻ സ്വന്തം മനസ്സിലേക്ക് വിജയത്തെ ആവാഹിച്ചു. അപ്പോൾ മനസ്സ് അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ പ്രതിസന്ധികളെ അവസരങ്ങളായി പരിണമിപ്പിക്കാൻ അർജുനന് കഴിഞ്ഞു. അർജുനനെ പോലെ ഏതൊരാൾക്കും ഇത്തരത്തിൽ വിജയിയാകാൻ സാധിക്കും. അർജുനൻ മുതലേ ഒരു പ്രതിബന്ധമായല്ല കണ്ടത്, മറിച്ച് ഗുരുവിനെ രക്ഷിക്കാനുള്ള ഒരവസരമായാണ് കണ്ടത്. മറ്റൊരിക്കൽ ദ്രോണർ ഒരു മത്സരം സംഘടിപ്പിച്ചു. തടി കൊണ്ടുണ്ടാക്കിയ പക്ഷിയെ ഇലകൾക്കിടയിലായി മരക്കൊമ്പിൽ തൂക്കിയിട്ടു. എന്നിട്ട് വളരെ ദൂരെയായി ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, കുട്ടികളെ, ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മരപ്പക്ഷിയുടെ കണ്ണിൽ ഇത്രയും ദൂരത്തു നിന്നും അമ്പെയ്ത് കൊള്ളിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. രാജകുമാരന്മാരിൽ ഏറ്റവും മുതിർന്ന യുധിഷ്ഠിരനെ വിളിച്ച് ദ്രോണർ ആ പക്ഷിയുടെ നേർക്ക് അസ്ത്രമയക്കാൻ ആവശ്യപ്പെട്ടു. യുധിഷ്ഠിരൻ വില്ല് കുലച്ച് അമ്പുമായി തയ്യാറായി നിന്നു. ദ്രോണർ ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ ഒരു തേനീച്ച കൂടാണ് കാണുന്നത്. മുകളിൽ തേനീച്ച പറക്കുന്നതും കാണാം. അകത്ത് പക്ഷിയെപ്പോലെ എന്തോ ഒന്ന് കാണാം. ദ്രോണർ പറഞ്ഞു, അടുത്തയാൾ വരട്ടെ. രണ്ടാമത് വന്നത് ദുര്യോധനനായിരുന്നു. മരക്കൂട്ടവും അതിൽ കിളി പോലെ എന്തോ തൂങ്ങിക്കിടക്കുന്നതായും കാണുന്നുവെന്ന് ദുര്യോധനൻ പറഞ്ഞു. മാറി നിൽക്കാൻ ദ്രോണർ ആവശ്യപ്പെട്ടു. അങ്ങനെ അവസാനം അർജുനന്റെ ഊഴം വന്നു. അർജുനൻ എന്ത് കാണുന്നുവെന്ന് ദ്രോണർ വീണ്ടും ചോദിച്ചു. പക്ഷിയുടെ കണ്ണല്ലാതെ മറ്റൊന്നും കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. അർജുനന്റെ അമ്പേറ്റ മരപ്പക്ഷി താഴേക്ക് പതിച്ചു. ഇവിടെ ഏകാഗ്രത എന്ന കല അർജുനൻ സ്വായത്തമാക്കിയിരുന്നു. തന്റെ ഊഴം വരുമ്പോൾ അനാവശ്യ ചിന്തകൾ ഉപേക്ഷിച്ച് മുന്നിലെ ലക്ഷ്യത്തിലേക്ക് മാത്രം പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അർജുനൻ. ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർ അർജുനനിൽ നിന്നും പഠിക്കേണ്ട പ്രധാന പാഠങ്ങളിൽ ഒന്നാണിത്. ഒരു വിജയിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ഏകാഗ്രത. ധീരനായ ഒരുവൻ വിജയത്തിലേക്ക് രണ്ടുവട്ടം സഞ്ചരിക്കേണ്ടതുണ്ട്. ഒന്ന് അവന്റെ മനസ്സിൽ, രണ്ടാമത്തേത് പുറമേയുള്ള യഥാർത്ഥ ലോകത്തിൽ. ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമുണ്ടാവുന്നത് ഒരാളുടെ മനസ്സിലാണ്. ഒരു വീരനായകൻ വിജയത്തിനായി തന്റെ മനസ്സിനെ പരുവപ്പെടുത്തുന്നു. അപ്പോഴാണ് അയാൾ തന്റെ വിജയഗാഥയ്ക്ക് രൂപം നൽകുന്നത്. ഏകാഗ്രതയുടെ കല അർജുനന് ഏറ്റവും വശമായിരുന്നു. അനാവശ്യമായ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഒന്നിലേക്ക് ശ്രദ്ധിക്കാൻ അർജുനന് അറിയാം. തനിക്ക് മുന്നിലുള്ള പക്ഷിയുടെ കണ്ണുകളല്ലാതെ അർജുനൻ ഒന്നും കണ്ടിരുന്നില്ല. മാത്രമല്ല, പക്ഷിക്ക് നേരെ അമ്പെയ്ത് ലക്ഷ്യത്തിലെത്തിക്കാൻ തന്റെ ശരീരത്തെ ആകമാനം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്കുള്ളിൽ അമിതമായി നാം ശേഖരിച്ചു വയ്ക്കുന്ന വിവരങ്ങളെയും മറ്റു വിചാരങ്ങളെയും നീക്കം ചെയ്യുമ്പോഴാണ് ഏകാഗ്രത ആരംഭിക്കുന്നത്. ഒരു തൂപ്പ് ജോലിക്കാരൻ അഴുക്ക് മാറ്റുന്ന കൃത്യതയോടെ തന്റെ മനസ്സിലെ ചവറുകൾ എടുത്തു മാറ്റാൻ അർജുനന് സാധിച്ചിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ലക്ഷ്യത്തിന് മുന്നിൽ നിൽക്കുന്ന അർജുനന്റെ മനസ്സ് സ്വച്ഛമായിരുന്നു. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും മാറ്റിവെച്ച് ഈ നിമിഷത്തിലേക്ക് മാത്രമായി മനസ്സുറപ്പിക്കാൻ അർജുനന് കഴിഞ്ഞിരുന്നു. ഗ്രന്ഥകാരൻ പറയുന്നു, ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധിക്കുന്ന മനസ്സ് പൂവിന്റെ അകക്കാമ്പിൽ തേൻ കണ്ടെത്തിയ ചിത്രശലഭത്തെ പോലെയാണെന്ന്. ചിത്രശലഭത്തിന്റെ ചിറകടികൾ നമ്മുടെ മനസ്സിനുള്ളിലെ ചിന്തകളാണ്. പക്ഷെ ശലഭം പൂവിൽ നിശ്ചലമായിരിക്കുമ്പോൾ ചിറകുകൾക്ക് അനക്കമില്ല. അതായത്, നമ്മുടെ ഉള്ളിലെ ചിന്തകൾ അടങ്ങുന്നു. നമുക്കുള്ളിലെ ശാന്തതയെ നമ്മൾ കണ്ടെത്തുന്നു. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ അടങ്ങുന്നു. നമുക്കുള്ളിലെ ശാന്തതയെ നമ്മൾ കണ്ടെത്തുന്നു. ആ ശാന്തതയാണ് ധീരകർമ്മങ്ങൾക്ക് പിന്നിലെ ശക്തി കേന്ദ്രം. ഇതുതന്നെയാണ് അർജുനൻ എന്ന വീരപുരുഷന്റെ ഏറ്റവും ശക്തമായ ആയുധം. ഇനി ചിന്തിച്ചു നോക്കേണ്ടത് ഇതാണ്: നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തകളുടെ ചിറകടിയിലാണോ? കഴിഞ്ഞ കാലത്തെ ഓർമ്മകളും വരാനിരിക്കുന്ന ഭാവിയുടെ ആകുലതകളും കൊണ്ട് ക്ഷോഭിച്ച കടൽ പോലെയാണോ നമ്മുടെ മനസ്സ്? അതോ ഈ രണ്ട് തീരവും വിട്ട് മനസ്സിന് ഈ നിമിഷങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അർജുനന്റെ വഴിയിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷിയുടെ കണ്ണിന് ലക്ഷ്യം വെക്കുന്ന സമർത്ഥനായ വില്ലാളി മാർഗത്തിലെ പ്രതിബന്ധങ്ങളെ കാണുന്നില്ല. തടസ്സങ്ങൾക്കപ്പുറം ഉള്ള ലക്ഷ്യമാണ് കാണുന്നത്. ഒരു നിശ്ചിത പരിധിക്കപ്പുറം തന്റെ ശരീരത്തെ വികസിപ്പിക്കാൻ അർജുനന് കഴിയില്ല. പക്ഷേ തന്റെ ധാരണയെ, ബോധ്യത്തെ അനന്തമായി വികസിപ്പിക്കാൻ കഴിയും. വീരനായകന്മാർ തങ്ങളുടെ ഈ ബോധ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിജയിക്കുന്നത്. മുന്നിലുള്ള വെല്ലുവിളികളെക്കാൾ ശക്തമാണ് നമുക്കുള്ളിലുള്ള കഴിവുകൾ എന്ന ധാരണയിലേക്ക് വരുമ്പോൾ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഊർജം അർജുനനിൽ നിറയുന്നു.
ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കാണുമ്പോൾ ആത്മധൈര്യം ചോരുകയാണോ, അവയിൽ നിന്നും ഒളിച്ചോടുകയാണോ, അതോ പ്രശ്നങ്ങളെക്കാൾ ശക്തമായ ശേഷികൾ എന്നിലുണ്ട് എന്ന തിരിച്ചറിവിൽ പ്രശ്നത്തെ നേരിടാൻ തയ്യാറാവുകയാണോ ചെയ്യുന്നത്? ഇക്കാര്യത്തിൽ അർജുനനെ പോലെയാണോ നമ്മൾ എന്ന് സത്യസന്ധമായി പരിശോധിക്കൂ. അഥവാ അങ്ങനെയല്ലെങ്കിൽ അർജുനൻ തന്റെ ഉള്ളിലേക്ക് നോക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതുപോലെ നിങ്ങൾക്ക് അതിന് കഴിയുമോ എന്ന് ചിന്തിക്കൂ. ഒരിക്കൽ ഹിമാലയത്തിൽ ഉപവാസവും ജപവുമായി നിഷ്ഠയിൽ കഴിയുന്ന അർജുനന് ഒരു കാട്ടാളനോട് ഏറ്റുമുട്ടേണ്ടി വന്നു. അർജുനന്റെ കയ്യിലുള്ള എല്ലാ ശരങ്ങളും എയ്തു തീർന്നു. പക്ഷെ അവയൊന്നും ഫലം ചെയ്തില്ല. ശേഷം കാട്ടാളനുമായി അർജുനൻ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. കാട്ടാളന്റെ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ അർജുനൻ കിതച്ചു. വീരശൂര പരാക്രമിയായ തന്നെ ഈ വിധം ആക്കിയത് ആരെന്ന് ആ നിമിഷത്തിൽ മാത്രമാണ് അർജുനൻ തിരിച്ചറിഞ്ഞത്. തനിക്ക് അനുഭവിക്കാനായി ഭഗവാൻ ഒരുക്കിയ കഠിനമായ തപമായിരുന്നു അതെന്ന് അർജുനൻ മനസ്സിലാക്കി. കാട്ടാള വേഷത്തിലെത്തിയ ശിവനെ തൊഴുതു. സാധാരണ ജീവിതത്തെക്കാൾ വലുതായി എന്തെങ്കിലും നിർവഹിക്കാനായി സമർപ്പിക്കുമ്പോഴാണ് നായകന്റെ യഥാർത്ഥ കർമ്മം ആരംഭിക്കുന്നത്. അത്തരം ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഗംഭീരവും സാഹസികവുമായ പ്രതിജ്ഞാബദ്ധത ആവശ്യമാണ്. അത്തരത്തിലുള്ള സമർപ്പണത്തിന്റെ ആൾരൂപമായിരുന്നു അർജുനൻ. ക്ഷത്രിയ ധർമ്മം നിറവേറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിതം സമർപ്പിക്കാൻ അർജുനന് കഴിഞ്ഞു. സാധാരണ ലക്ഷ്യങ്ങൾക്കുപരിയായ ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ? അർജുനനെ പോലെ ആത്മസമർപ്പണത്തിന് നിങ്ങൾ തയ്യാറാണോ? ഇതാണ് ചിന്തിക്കേണ്ട വിഷയം. മറ്റൊരിക്കൽ ധനുഷ്കോടിയിലെ രാമസേതു കണ്ട അർജുനൻ സംശയിച്ചു. ധനുർവിധിയിൽ സമർത്ഥനായ രാമൻ എന്തുകൊണ്ട് ശരങ്ങൾ കൊണ്ടുള്ള പാലം നിർമ്മിച്ചില്ല? തന്റെ കഴിവിലുള്ള അമിതമായ വിശ്വാസത്തോടെയുള്ള അർജുനന്റെ ചോദ്യം രാമഭക്തനായ ഹനുമാനിലുണ്ടാക്കിയ ഈർഷ്യയ്ക്ക് കണക്കില്ലായിരുന്നു. സാധാരണ വാനരന്റെ രൂപത്തിൽ എത്തിയ ഹനുമാൻ ശരങ്ങൾ കൊണ്ട് പൊളിഞ്ഞു വീഴാത്ത പാലം നിർമ്മിക്കാൻ അർജുനനോട് ആവശ്യപ്പെട്ടു. അർജുനൻ ആദ്യം നിർമ്മിച്ച പാലത്തിന് മുകളിൽ ഹനുമാന്റെ വാല് വെച്ചപ്പോഴേക്കും ആ പാലം പൊളിഞ്ഞു വീണു. ഒടുവിൽ പരാജയം സമ്മതിക്കേണ്ടി വന്ന അർജുനൻ തന്റെ പ്രതിജ്ഞ ചെയ്ത പ്രകാരം ആത്മഹത്യയ്ക്ക് തയ്യാറായി. കൃഷ്ണൻ ഇടപെട്ട് തന്റെ ശബ്ദത്തിൽ നിന്നും അർജുനനെ വിലക്കി. തന്റെ സമചിത്തത വീണ്ടെടുത്ത് അർജുനൻ തന്റെ അഹന്ത മാറ്റിവെച്ച് പൂർണ്ണ ശ്രദ്ധയോടെ വീണ്ടും പാലം പൂർത്തിയാക്കി. ഇത്തവണ പാലം പൊളിക്കാൻ ഹനുമാന് സാധിച്ചില്ല. ഒരു വിജയ് അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പൂർണ്ണതയോടെ തന്റെ ജീവിതത്തെ ആസ്വദിക്കും. സുരക്ഷിതമായിരുന്ന് ഉപയോഗശൂന്യമാവുകയല്ല, പകരം അഗ്നികുണ്ഡം പോലെ ആളിക്കത്തലാണ് നായകന്റെ ലക്ഷ്യം. അർജുനൻ എങ്ങനെയാണ് വിജയിയാകുന്നതെന്നത് ജീവിതത്തിലെ ഇത്തരം മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. വില്ലാളി വീരനായ അർജുനന്റെ കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. കഥയിലെ കാര്യവും നമുക്കറിയാം. പക്ഷേ ഈ കഥയിലെ മാനേജ്മെന്റ് പാഠങ്ങൾ ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത്. ജീവിത വിജയത്തിന് വേണ്ട പാഠങ്ങൾ ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അർജുനന്റെ വഴി പിന്തുടർന്ന് നിങ്ങൾക്കും ഇതിഹാസ തുല്യമായ ജീവിതം ജീവിക്കാൻ കഴിയട്ടെ. തീർച്ചയായും ഇതിഹാസമാകാൻ നിങ്ങൾക്കും കഴിയും.